ഈ ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായതോടുകൂടി അല്ലെങ്കിൽ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ രാജ്യത്ത് വലിയൊരു യുദ്ധഭീതി തന്നെയായിരുന്നു നിലനിന്നിരുന്നത്. എന്തായാലും ഈ വെടിനിർത്തൽ ധാരണയിലെത്തിയതിന് പിന്നാലെ ആ ഭീതി അങ്ങ് അവസാനിച്ചിട്ടുണ്ട് എന്നതാണ് ആശ്വാസകരമായ ഒരു കാര്യം. പക്ഷേ ഇതിന് പിന്നാലെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും വിമർശനങ്ങളുമൊക്കെ പല കോണുകളിൽ നിന്നായി വരുന്നുണ്ട്. ഇവിടെ ശ്രദ്ധേയമാകുന്നത് അല്ലെങ്കിൽ സജീവമായി ചർച്ചയാകുന്നത് RSSന്റെ മുതിർന്ന നേതാവായ ജെ നന്ദകുമാർ നടത്തിയ ഒരു പ്രതികരണമാണ്. അദ്ദേഹം സുപ്രീം കോടതിക്കെതിരെയാണ് വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്, പരാമർശം നടത്തിയിട്ടുള്ളത് എന്നാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പെഹൽഗാം ഭീകരാക്രമണം ഉണ്ടായതിന് അല്ലെങ്കിൽ ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായതിന് പിന്നിൽ ഒരു ചെറിയൊരു പങ്ക് നമ്മുടെ സുപ്രീം കോടതിക്കുമുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. ജമ്മു കശ്മീരിനുള്ള പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് പിന്നാലെ അവിടുത്തെ സ്ഥിതിഗതികൾ അത് സാധാരണ നിലയിലെത്തിയോ എന്ന് പരിശോധിക്കാതെ സുപ്രീം കോടതി അവിടെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നൊരു അന്ത്യശാസനം കേന്ദ്ര സർക്കാരിന് നൽകി. അപ്പോൾ അത് കേന്ദ്ര സർക്കാരിന് നടപ്പാക്കേണ്ടി വന്നു. അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെയുള്ള സ്ഥിതിഗതികൾ അത് സാധാരണ നിലയിലെത്താതെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയതുകൊണ്ട് അവിടെ ഭീകരവാദികൾക്ക് ആക്സസ് ഉള്ള ഒരു സർക്കാർ അവിടെ അധികാരത്തിലെത്തി. അതിന് പിന്നാലെയാണ് ഇതുപോലെയുള്ള സംഘർഷമുണ്ടാവുകയും ഭീകരാക്രമണം ഉണ്ടാവുകയും ചെയ്തത് എന്നാണ് നന്ദകുമാർ പറയുന്നത്. അതോടൊപ്പം തന്നെ ചില വാക്കുകൾ കൂടി അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. കൊളീജിയം എംപുരാന്മാർ, കൊളീജിയം തിരുമേനിമാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരിഹാസം കൂടി ജെ നന്ദകുമാറിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അജിംസ, യഥാർത്ഥത്തിൽ സുപ്രീം കോടതി അധിക്ഷേപിക്കുകയല്ലേ നന്ദകുമാർ ചെയ്തത്? സുപ്രീം കോടതിയെ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പേരിൽ കുറ്റപ്പെടുന്ന ആദ്യത്തെ ആളല്ല ജെ നന്ദകുമാർ. അത് ആദ്യം പറയുന്നയാൾ ഏപ്രിൽ 22 ഈ ആക്രമണം ഉണ്ടാകുന്നു. തൊട്ട് പിറ്റേ ദിവസം അർണബ് ഗോസ്വാമിയാണ് ഈ സുപ്രീം കോടതിക്കെതിരെ ആദ്യമായി ആഞ്ഞടിക്കുന്നത്. സുപ്രീം കോടതിയാണ് ഈ ആക്രമണത്തിന് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുന്നൊരു വീഡിയോ വൈറലായിരുന്നു അന്നത്തെ ദിവസം. അപ്പോൾ ആ പ്രസംഗം കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്? വെടിനിർത്തലിനെ തുടർന്ന് വിക്രം മിശ്രയ്ക്കെതിരായിട്ടുള്ള സൈബർ അറ്റാക്കാണ്. അതായത് പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായതിൻ്റെ ഉത്തരവാദി ആരെന്ന ചോദ്യത്തിന് അർണബ് ഗോസ്വാമി പറയുന്ന ഉത്തരം സുപ്രീം കോടതിയാണ്. വെടിനിർത്തൽ സാധ്യമാക്കി, വെടിനിർത്തൽ ഉണ്ടായതിൻ്റെ കാരണം ആരാണ്? അത് വിക്രം മിശ്രി എന്ന ഉദ്യോഗസ്ഥനാണ്. അതായത് നമ്മൾ ഇന്നലെ സംസാരിച്ചതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ആർക്ക് നേരെയാണ് വിരൽ ചൂണ്ടേണ്ടത്? അവർക്ക് നേരെ വിരൽ ചൂണ്ടാൻ പറ്റാത്തതിൻ്റെ ധർമ്മസങ്കടം മറ്റെവിടെയോ തീർക്കുക, ഇതാണ് ചെയ്യുന്നത്. ഈ ജെ നന്ദകുമാർ എന്ന് പറയുന്ന കക്ഷി, അദ്ദേഹം ചില്ലറക്കാരനല്ല. അദ്ദേഹം പ്രജ്ഞാപ്രവാഹ് എന്ന് പറയുന്ന RSSൻ്റെ എന്താണ് പറയുക, RSSൻ്റെ ഈ ബൗദ്ധിക സംഘടനയാണ്. അത് ബുദ്ധിജീവികളൊക്കെ ഉള്ള സംഘടനയാണ്. ഇൻ്റലക്ച്വൽ സെൽ. ഇൻ്റലക്ച്വൽ സെൽ. അതായത് പല സംസ്ഥാനത്തും പല പേരുകളിൽ ഇൻ്റലക്ച്വൽ സെല്ലുകളുണ്ട്. അതിൻ്റെ നാഷണൽ കോർഡിനേറ്ററാണ് ജെ നന്ദകുമാർ. ചില്ലറ കക്ഷിയല്ല. അതിന് മുമ്പ് ഇതിൻ്റെ തലപ്പത്തിരുന്ന ആളുകൾ, ആ പൊസിഷനിലിരുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് കേൾക്കണം. ഒന്ന് KS സുദർശൻ, RSSൻ്റെ ചീഫായിരുന്ന KS സുദർശൻ അതിൻ്റെ മെയിൻ ആളായിരുന്നു. പിന്നെ ദത്തോബാൻ തേങ്കടി, അവരുടെ വലിയ ഐഡിയോളോഗാണ്. അവരൊക്കെ നയിച്ചതാണ്. അപ്പോൾ അത്രയും ആ പൊസിഷനിലുള്ള ആളാണ് ജെ നന്ദകുമാർ. ആ ജെ നന്ദകുമാറാണ് മലയാളത്തിൽ പ്രസംഗിക്കുന്നത് ഈ സുപ്രീം കോടതിയാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട്. സുപ്രീം കോടതി എങ്ങനെയാണ്? നമ്മളതിനൊന്ന് ബ്രേക്കപ്പ് ചെയ്ത് നോക്കാം ആ വാദത്തെ. അതായത് ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞു. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞ സർക്കാർ നടപടിയെ ഭരണഘടനാ ബെഞ്ച്, സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചാണ് ശരിവെച്ചത്. അത് ശരിവെച്ചുകൊണ്ട് സുപ്രീം കോടതി നിർദ്ദേശിച്ച കാര്യമാണ് അവിടെ ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ള കാര്യം. അപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ നിലവിൽ അതൊരു യൂണിയൻ ടെറിട്ടറിയാണ്, ഒരു സംസ്ഥാനമല്ല. അതിൻ്റെ സ്റ്റേറ്റ് ഹുഡ് നഷ്ടപ്പെട്ടു കശ്മീരിൻ്റെ. ആർട്ടിക്കിൾ 370 നഷ്ടപ്പെട്ടതോടൊപ്പം അതിൻ്റെ സ്റ്റേറ്റ് ഹുഡ്, അങ്ങനെ ഒരു സംസ്ഥാനമില്ല. അപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന പദവി ഇല്ലാതാക്കി ഒരു യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റിയ വലിയ തരത്തിലുള്ളൊരു ഫെഡറൽ ക്വസ്റ്റ്യൻ അവിടെ നിലനിൽക്കുകയാണ്. ആ ക്വസ്റ്റ്യൻ അങ്ങനെ കേന്ദ്ര സർക്കാരിന് കഴിയുമോ? നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം, കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഫെഡറൽ സംവിധാനം യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ വ്യത്യസ്ത സംസ്ഥാനങ്ങളല്ല, അങ്ങനെയല്ല അതിനെ പറയുന്നത്. ഭരണഘടന വിശേഷിപ്പിക്കുന്നത് കുറേ അധികം സംസ്ഥാനങ്ങൾ കൂടിച്ചേർന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നാണ്. അതായത് സംസ്ഥാനങ്ങൾക്ക് ഭരണഘടനാപരമായി സവിശേഷമായ അധികാരവും പദവിയുമുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു സംസ്ഥാനത്തെ ഫെഡറൽ യൂണിയൻ ഗവൺമെൻറ് ഒരു സുപ്രഭാതത്തിൽ അതിനെ യൂണിയൻ ടെറിട്ടറി ഞങ്ങളുടെ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതൊരു ഭരണഘടനാപരമായൊരു ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കുകയാണ്. സുപ്രീം കോടതി ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് ശരിവെക്കുകയും അവിടെ തെരഞ്ഞെടുപ്പ് നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്തത്. ഈ തെരഞ്ഞെടുപ്പ് നടത്താൻ ആവശ്യപ്പെടുമ്പോൾ കശ്മീരിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നൊരു കാര്യം ഞങ്ങളുടെ സ്റ്റേറ്റ് ഹുഡ് തിരിച്ചു തരുമെന്നാണ്. അത് കശ്മീർ വാലിയിൽ മാത്രമല്ല, ജമ്മുവിലായാലും ലഡാക്കിലായാലും. ലഡാക്ക് മറ്റൊരു കേന്ദ്രഭരണ പ്രദേശമാണ്. അവിടെ ദിവസങ്ങളോട് നടന്ന സത്യാഗ്രഹവും നിരാഹാരവും നമ്മൾ കണ്ടതാണ്. അപ്പോൾ കശ്മീരിൻ്റെ സ്റ്റേറ്റ് ഹുഡ് എന്ന ഒരു പൊതു കോസിന് വേണ്ടിയിട്ട് അവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഭീകരാക്രമണം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഉത്തരവാദി ആരാണ്? അവിടെ നിലവിൽ ഭരിക്കുന്ന ഉമർ അബ്ദുള്ള ഗവൺമെൻറ് ആണോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ.
ഉമർ അബ്ദുള്ള ഗവൺമെൻറ്റിന് ആഭ്യന്തര വകുപ്പ് ഇല്ല. അവിടെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്, ലഫ്റ്റനൻറ്റ് ഗവർണറാണ്. കേന്ദ്ര സർക്കാർ നിയോഗിച്ച ലഫ്റ്റനൻറ്റ് ഗവർണറാണ് ആഭ്യന്തരം കൈയാളുന്നത്. അവിടുത്തെ സുരക്ഷ, ഇൻ്റലിജൻസ്, പോലീസ് സംവിധാനങ്ങളെല്ലാം കേന്ദ്രത്തിൻ്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാണ്. പിന്നെ ഏതെങ്കിലും തരത്തിൽ ഈ ഭീകരാക്രമണത്തിന് അവിടെ നിലനിൽക്കുന്ന സർക്കാർ ഉത്തരവാദികളാണോ? ഏതെങ്കിലും തരത്തിൽ അല്ല. കാരണം ഈ ആക്രമണം ഉണ്ടായപ്പോൾ ആദ്യം തന്നെ കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങളോടും പിന്തുണ പ്രഖ്യാപിച്ചവരാണ് കശ്മീരിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. അതിനെ തിരിച്ചടി എന്ന പേരിൽ ഓപ്പറേഷൻ സിന്ധു നടപ്പാക്കിയപ്പോൾ അതിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചവരാണ്. ഇനി സുപ്രീം കോടതി ഇതിലെങ്ങനെയാണ് കക്ഷിയാവുന്നത്? അവിടെ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ അത് ഭീകരവാദികളെ സഹായിക്കുന്നവരാവുന്നത് എങ്ങനെയാണ്? അത് നന്ദകുമാർ പറയുന്നില്ല. നന്ദകുമാർ പ്രസംഗത്തിൽ അവ്യക്തമായി പറഞ്ഞു പോകുന്ന കാര്യം, കശ്മീരിൽ നിന്നുള്ള ഏതോ MP പറഞ്ഞു അത്രേ, കശ്മീരിൽ കേന്ദ്ര സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്ന ടൂറിസം അവിടെയുള്ളൊരു സാംസ്കാരിക അധിനിവേശത്തിന് വേണ്ടിയാണെന്ന് പ്രസംഗിച്ചു. അത് ഏത് MP ആണ് അങ്ങനെ പ്രസംഗിച്ചതെന്ന്, എവിടെയാണ് പറഞ്ഞതെന്നും അദ്ദേഹം പറയുന്നില്ല, വെറുതെ പറയുകയാണ്. അപ്പോൾ അത്തരം മനോഭാവമുള്ളവർ അവിടെ ഭരിക്കുമ്പോഴാണ് ഭീകരാക്രമണം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരേ സമയം സുപ്രീം കോടതിയും നിലവിൽ അവിടെ ഭരിക്കുന്ന ഉമർ അബ്ദുള്ള ഗവൺമെൻറ്റിനും കുറ്റപ്പെടുത്തിയാണ് നന്ദകുമാർ ചെയ്യുന്നത്. എന്തിനാണ് നന്ദകുമാർ അത് ചെയ്യുന്നത്? മോദിയാണ് കാരണക്കാരൻ, മോദിയാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് പറയാൻ ധൈര്യമില്ല. മോദിയോട് ഇത് ചോദിക്കാനുള്ള ധൈര്യം RSSനില്ല, RSSൻ്റെ ബൗദ്ധിക പ്രമുഖനില്ല എന്നുള്ളതാണ് കാര്യം. മോദി എന്തുകൊണ്ട് അവിടെ ഭീകരാക്രമണം ഉണ്ടായി, എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത് എന്ന് ചോദിക്കാൻ പറ്റിയുള്ള ഒരു മോറൽ ഗ്രൗണ്ട് പോലും RSSനില്ല. എന്താണ് സംഭവിച്ചതെന്ന് തുറന്നു ചോദിക്കാനുള്ളൊരു ധാർമ്മികമായ ധൈര്യം പോലും RSSനില്ല എന്നാണ് തെളിയിക്കുന്നത്. RSSൻ്റെ ചെറിയ നേതാവല്ല, അദ്ദേഹം വലിയ നേതാവായതുകൊണ്ടാണ് ഇത് സവിശേഷമായി പറയുന്നത്. മറ്റൊരു കാര്യം, സുപ്രീം കോടതി എങ്ങനെ ആക്രമിക്കുന്നത്? അതൊരു സുപ്രീം കോടതി അപമാനിക്കാൻ തുല്യമല്ലെന്ന് വെച്ചാൽ, സുപ്രീം കോടതിയോടുള്ള RSSൻ്റെ വൈരനിര്യാതനമായ ഒരു പകയാണ് ആ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. അല്ലാണ്ട് ഈ പഹൽഗാം ഇഷ്യൂവിൽ സുപ്രീം കോടതി എന്തോ ചെയ്തു, അല്ലെങ്കിൽ അവിടെ ഇലക്ഷൻ നടത്താൻ സമ്മതിച്ചുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നുള്ളതുകൊണ്ടല്ല. നിലനിൽക്കുന്ന സുപ്രീം കോടതി സംവിധാനം, അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഈ കൊളീജിയം എംപിരാമാർ എന്ന് പറയുന്നത് സുപ്രീം കോടതി നിലവിൽ ജഡ്ജിമാരെ നിയമിക്കുന്നതും ചീഫ് ജസ്റ്റിനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തോടുള്ള RSSൻ്റെ പകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. അല്ലാതെ അവിടെ ഇലക്ഷൻ നടത്തി സുപ്രീം കോടതി അനുവദിച്ചുകൊണ്ടാണ് ഭീകരാക്രമണം ഉണ്ടായതെന്ന് അല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. നിലനിൽക്കുന്ന സുപ്രീം കോടതിയുടെ സംവിധാനത്തോടുള്ള RSSൻ്റെ നിലപാടാണ് പറയുന്നത്. മറ്റൊന്ന്, ഒരു ജനകീയ സർക്കാർ നിലനിൽക്കുമ്പോഴാണ് ഭീകരാക്രമണം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ, കശ്മീരിൻ്റെ ചരിത്രം നിഷ്പക്ഷമായി നോക്കിക്കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവും അവിടെ തീവ്രവാദം തുടങ്ങുന്നത് തന്നെ അവിടെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുമ്പോഴാണ്. അവിടെ ജനാധിപത്യം നിലനിന്നതാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യം അട്ടിമറിച്ചുകൊണ്ട് ജയിച്ച ആളുകൾ തോറ്റതായി പ്രഖ്യാപിക്കപ്പെടുമ്പോഴാണ് ഇലക്ഷനിൽ പങ്കെടുത്ത ആളുകൾ തന്നെ തീവ്രവാദ സംഘടന ഉണ്ടാക്കിക്കൊണ്ട് വിഘടനവാദത്തിന് വേണ്ടി ആയുധം കയ്യിലെടുക്കുന്നത്. അവിടെ ഏതൊക്കെ കാലത്ത് കൃത്യമായ ജനാധിപത്യ സംവിധാനത്തിലൂടെ അവിടെ ഒരു സർക്കാർ നിലനിൽക്കുന്നു, ഒരു ജനാധിപത്യ സർക്കാർ നിലനിൽക്കുമ്പോൾ ഈ ഭീകരവാദത്തിന് അവിടെ സ്കോപ്പില്ലാതായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ തവണ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നരേന്ദ്രമോദി തന്നെ പ്രസംഗിച്ചത് എന്താണ്? നോക്കൂ, ഇത്തവണ കശ്മീർ വാലിയിൽ പോളിംഗ് ശതമാനം കൂടി, സാധാരണ ഉള്ളതിനേക്കാൾ പോളിംഗ് ശതമാനം കൂടി. അതിനർത്ഥം എന്താണ്? ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും ജനാധിപത്യ പ്രക്രിയയിലും വിശ്വസിക്കുന്നു മുമ്പത്തേക്കാൾ കൂടുതൽ എന്നാണ്. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള വിഘടനവാദികളുടെ ആഹ്വാനം ജനം ചെവിക്കൊള്ളുന്നില്ല എന്നാണ് ആ പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നതിൽ കാണുന്നത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനാധിപത്യ സമ്പ്രദായം തിരികെ കൊണ്ടുവരികയും കശ്മീരിൻ്റെ സംസ്ഥാന പദവി തിരികെ ലഭിക്കുകയും ചെയ്താൽ മാത്രമേ ജനകീയ പിന്തുണയോടുകൂടി ഭീകരവാദത്തെ അമർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കൂ. അവിടുത്തെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭീകരവാദത്തെയും ഒരു വിഘടനവാദത്തെയും ഒരു സർക്കാരിനും ലോകത്തെവിടെയും അമർച്ച ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു ലോകസത്യമാണ്. എന്നിരിക്കെ അത് വിളിച്ചു പറയാനുള്ള ധാർമ്മികമായ ഔന്നത്യം RSS നേതാക്കൾക്കില്ല. RSS നേതാക്കൾക്ക് അതുണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ മോദിയെ ചോദ്യം ചെയ്യാൻ, മോദിയെ അക്കൗണ്ടബിൾ ആക്കാനുള്ള ഉത്തരവാദിത്തമെങ്കിലും കുറഞ്ഞപക്ഷം RSSനുണ്ട്. ഈ കശ്മീർ വിഷയത്തിലും ഇന്ത്യ പാക് പ്രശ്നങ്ങളിലും RSSൻ്റെ നിലപാട് ആത്മാർത്ഥമാണെങ്കിൽ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. യെസ്, നിഷാദ്, ആരോടൊക്കെയുള്ള എന്തിനോടൊക്കെയുള്ള ഒരു എതിർപ്പും അതൃപ്തിയുമാണ് നന്ദകുമാറിൻ്റെ വാക്കുകളിലുള്ളത്? അതെന്ന് വെച്ചാൽ അവരുടെ ഭരണകൂടത്തിനുണ്ടായിട്ടുള്ള ഒരു വീഴ്ച അവരുടെ ഭരണകൂടത്തിൻ്റെതല്ല, ഞങ്ങളുടെ ഒരു വീഴ്ചയും പറ്റാത്ത ഒരു സമ്പൂർണ്ണ ഭരണകൂടമാണ്, ഞങ്ങളുടെ ദൈവിക തുല്യമായ ഒരു പ്രധാനമന്ത്രിയാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ്. ജനങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് അതിനെ റീറൂട്ട് ചെയ്യാനുള്ള ശ്രമമാണ്. അല്ലാതെ തന്നെ ഇൻറ്റഗ്രിറ്റി എന്നൊരു സാധനം വേണം. നമ്മൾ ജീവിക്കുമ്പോൾ അത് വേണം, അത് പ്രധാനമാണ്. നമ്മളൊരു കാര്യം പറയുമ്പോൾ നമുക്കൊരു തിയറി അവതരിപ്പിക്കാം, ഒരു സിദ്ധാന്തം അവതരിപ്പിക്കാം, ഒരു പുതിയ കാഴ്ചപ്പാട് അവതരിപ്പിക്കാം. പക്ഷേ അതിനകത്ത് വസ്തുത വേണം. ദിവ്യ, വ്യാജം പറയരുത്. എന്ന് വെച്ചാൽ എന്താണ്? കശ്മീരിലെ സാഹചര്യങ്ങൾ മുഴുവൻ ശാന്തമാകുന്നതിന് മുൻപ് അവിടെ തെരഞ്ഞെടുപ്പ് നടത്താൻ കോടതി വാശി പിടിച്ചു. അതാണ് ഈ ദുരന്തത്തിന് കാരണമായത്. അപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് നടന്നു. ഭീകരവാദികൾക്ക് ആക്സസ് ഉള്ള ഒരു ഭരണകൂടം അവിടെ നിലവിൽ വന്നു. ഇതാണ് അദ്ദേഹം പറയുന്നതിൻ്റെ കോർ പോയിന്റ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ
ഭീകരാക്രമണം ഉണ്ടാകുന്നതിന് 2 ആഴ്ച മുമ്പ് അമിത്ഷായുടെ നേതൃത്വത്തിൽ നടന്ന അവലോകന യോഗം കശ്മീരിലെല്ലാം ശാന്തമാണ് എന്ന് പ്രഖ്യാപിച്ചതാണ് എന്നോർക്കണം. ഈ കേന്ദ്ര സർക്കാർ തന്നെയാണ് കശ്മീരിലെ എല്ലാ മേഖലകളും തുറന്നു കൊടുക്കുകയും ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രചാരണ പരിപാടികൾ എടുക്കുകയും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്തത്. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ് എല്ലാം ശാന്തമാകുന്നതിന് മുമ്പ് കോടതി അടിച്ചേൽപ്പിച്ചു തെരഞ്ഞെടുപ്പ് എന്ന്. അങ്ങനെ എല്ലാം ശാന്തമായിട്ടുണ്ടെങ്കിൽ എന്തിനാണ് എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളും കേന്ദ്ര സർക്കാർ തുറന്നു കൊടുത്തത്? അവിടത്തേക്ക് കൂടുതൽ ആളുകളെ വരാനുള്ള സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ച് എന്തിനാണ്? അമിത്ഷാ 2 ആഴ്ച മുമ്പ് പോയിട്ട് നിങ്ങൾ ഇവിടെ എല്ലാം ശാന്തമാണെന്നും എല്ലാം ഓക്കെ ആണെന്നും പറഞ്ഞ് എന്തിനാണ്? ഇതൊക്കെ പോട്ടെ, സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പൊസിഷൻ എന്തായിരുന്നു? ഇദ്ദേഹം പറഞ്ഞല്ലോ അവിടെ എല്ലാം ശാന്തമാകുന്നതിന് മുമ്പ് അടിച്ചേൽപ്പിച്ചു എന്ന്. കേന്ദ്ര സർക്കാർ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് നടത്താൻ ഞങ്ങൾ സജ്ജമാണ് എന്നാണ്. ഒരു സുരക്ഷാ പ്രശ്നമോ നിയമപരമായ തടസ്സമോ മറ്റൊന്നും കശ്മീരിൽ ഇപ്പോഴില്ല എന്ന് പറഞ്ഞു. ആര്? നമ്മുടെ അറ്റോർണിയും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അടക്കമുള്ള ആളുകൾ. നിങ്ങൾക്കത് പോയി വായിച്ചു നോക്കാം. സർക്കാരിനൊരു എതിർപ്പും ഉണ്ടായിട്ടില്ല. നടക്കട്ടെ തെരഞ്ഞെടുപ്പ് എന്നായിരുന്നു. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ നോക്കൂ, ഈ കൂടിയ പോളിംഗ് ശതമാനം കാണൂ, എല്ലാം ശാന്തമായിരിക്കുന്നു എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനികളായ നേതാക്കൾ പ്രസംഗിച്ചത്. അതാണ് വാസ്തവമെന്നിരിക്കെ അവിടെ കാര്യങ്ങൾ ഓക്കെ ആവുന്നതിന് മുൻപ് കോടതി തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചു എന്ന് 5 വർഷം കഴിഞ്ഞിട്ട് നോക്കണം. അടിച്ചേൽപ്പിച്ചു എന്നുള്ള കള്ളം എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള ആത്മനിന്ദ ഫീൽ ചെയ്യാതെ പറയുകയാണ് ഇദ്ദേഹം. അത് ആലോചിച്ച് നോക്കണ്ടേ? അപ്പോൾ എതിർപ്പുണ്ടായിരുന്ന കേന്ദ്ര സർക്കാരിലെ ആദ്യം പോയി കോടതി പറഞ്ഞത് നടത്താൻ പറ്റില്ല, സുരക്ഷാ കാര്യങ്ങളൊന്നും സെറ്റായിട്ടില്ല, ഇനി സമയമാണെന്ന്. അങ്ങനെ പ്രശ്നം കേന്ദ്ര സർക്കാരിനില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന വ്യാജങ്ങൾ കൊണ്ട് എങ്ങനെ ഞങ്ങൾക്ക് നേരെ വരുന്ന ഈ സംഗതികളെ വഴിതിരിച്ചു വിടാം എന്ന പരിശ്രമം നടത്തുകയാണ്. അവിടെ ജനങ്ങൾ വോട്ട് ചെയ്തു, ഒരു സർക്കാരിനെ തിരഞ്ഞെടുത്തു. ആ സർക്കാരിനെ ഭീകരവാദികളുടെ സർക്കാരാക്കി മുദ്ര കുത്തുകയാണ്. അവിടെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത മുഴുവൻ പേരെയും എന്താക്കുകയാണ്? ഭീകരവാദികളുടെ ആളുകളാക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്തു. വോട്ട് ചെയ്തപ്പോൾ ആർട്ടിക്കിൾ 370 എടുത്ത് കളയുക വഴി ഇവരുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രത്യേക സംഗതി ഇവർക്ക് അനുകൂലമായി വരികയും ഇവർ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുമെന്ന് വിചാരിച്ചു. അതുണ്ടായില്ല. പകരം വിജയിച്ചത് ഒമർ അബ്ദുള്ളയും കോൺഗ്രസും ഒക്കെയാണ്. അപ്പോൾ അതിനെ ഭീകരവാദികളുടെ സർക്കാരാക്കുകയാണ്. ഇന്ത്യയിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഈ അവിശ്വാസം എങ്ങനെ ഉണ്ടാകും? നമ്മൾ ഒരു മനുഷ്യരെ ചേർത്തുന്ന അവരുടെ ജനാധിപത്യ അവകാശങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക, അവരുടെ തെരഞ്ഞെടുപ്പുകളെ അവരുടെ വിധികളെ മാനിക്കുക എന്നതിന് പകരം RSSൻ്റെ ഈ നേതാവ് പറയാണ് കശ്മീരിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ഒമർ അബ്ദുള്ളയുടെ സർക്കാർ ഭീകരവാദികൾക്ക് ആക്സസ് ഉള്ള സർക്കാരാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളുടെ ജനവിധിയെ ഭീകരവാദത്തിൻ്റെ ചാപ്പ അടിച്ചു കൊടുക്കുകയാണ്. ഞങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ഈ സർക്കാരിനെയും നിങ്ങളുടെ ജനവിധിയെയും നിങ്ങളുടെ ജനാധിപത്യ സമ്പ്രദായത്തെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ലെന്നല്ലേ എൻ്റെ മലയാളം. അപ്പോൾ എല്ലാ അർത്ഥത്തിലും അവിടുത്തെ മനുഷ്യരെ അപമാനിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുക. കേന്ദ്ര സർക്കാർ തന്നെ നേരത്തെ സ്വീകരിച്ച നിലപാടിന് വിഭിന്നമായിട്ട് ആർക്കും ഒന്നും ഓർമ്മയില്ല അവരുടെ വിചാരം. അതായത് ഈ പത്രവാർത്തയിൽ നമ്മളൊന്നും പത്രം വായിക്കുന്നില്ല, നമ്മളൊന്നും സുപ്രീം കോടതി നടപടികളെക്കുറിച്ച് ഒട്ടും അവെയർ അല്ല. ഇവരെന്ത് നുണ പറഞ്ഞാലും പിന്നെ അത് വിഴുങ്ങാൻ മാത്രം പാകപ്പെട്ട ആൾക്കാരുണ്ട്, അവരായിരിക്കും അത് എടുക്കേണ്ട കൺസ്യൂമേഴ്സ്. നുണ പറഞ്ഞാലും ഇതിങ്ങനെ ഈ ലോകത്ത് എല്ലാവർക്കും അങ്ങനെ വിചാരിച്ചോളൂ എന്ന് തെറ്റിദ്ധരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നരേന്ദ്രമോദിയോട് നിങ്ങൾ ചോദ്യം ചോദിച്ചേക്കല്ലേ, നിങ്ങൾക്ക് വല്ല ചോദ്യമുണ്ട് സുപ്രീം കോടതിയോട് ചോദിച്ചേക്കുന്നതാണ് അർണബ് ഗോസ്വാമി മുതൽ ജെ നന്ദകുമാർ വരെയുള്ള ആൾക്കാർ പറയുന്നത്. പിന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇപ്പം അദ്ദേഹം പ്രസംഗത്തിൽ കുത്തുന്നുണ്ട് ഗവർണർമാരുടെ ഭരണം, പ്രസിഡന്റിൻ്റെ പരമാധികാരം തുടങ്ങിയ കാര്യങ്ങൾക്കകത്ത് കോടതി ഈ സമീപകാലത്ത് ചില വിധികൾ പറഞ്ഞല്ലോ. അത് പിടിച്ചിട്ടില്ല അവർക്ക്. കാരണം ഒരു പ്രസിഡൻഷ്യൽ ഭരണം ഉണ്ടാക്കാനുള്ള പണിയെടുത്തുകൊണ്ടിരിക്കെ പ്രസിഡന്റിന് അങ്ങനെ ഭരണഘടനാപരമായിട്ട് വലിയ പവറൊന്നുമില്ല. ബില്ല് കിട്ടിയാൽ 3 മാസം കൊണ്ട് തീരുമാനമാക്കിക്കൊണ്ടെന്ന് സുപ്രീം കോടതി പറഞ്ഞു. അത് തീരെ പിടിച്ചിട്ടില്ല. ഗവർണർമാർ എത്ര സമയം വേണമെങ്കിലും ബില്ലും പിടിച്ചു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇരിക്കാമെന്ന വിചാരം വേണ്ട, അതിനൊരു സമയപരിധിയുണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. അതുകൊണ്ട് എന്തായാലും ഗവർണർ ഒപ്പിടാതെ 10 ബില്ലുകൾ സുപ്രീം കോടതി ഉത്തരവിൻ്റെ പിൻബലത്തിൽ എവിടെ നിയമമായി? തമിഴ്നാട്ടിൽ നിയമമായി. അതുപോലുള്ള സംഗതികൾ പിടിക്കുന്നില്ല ഇവർക്ക്. അപ്പോൾ സുപ്രീം കോടതി ഭരണഘടനാ മൂല്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാനും പറയാനും തുടങ്ങിയിരിക്കുന്നു എന്നത് അവരെ അസ്വസ്ഥപ്പെടുത്തുകയാണ്. അപ്പോൾ കിട്ടിയ ലാക്കിന് കോടതിയെ അടിക്കുകയാണ്. ഈ വ്യാജം പറഞ്ഞുകൊണ്ടുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഏത് പ്രതിരോധവും ആ നിമിഷം പൊളിഞ്ഞു വീഴും. പക്ഷേ അത് ചോദിക്കാൻ ധൈര്യമുള്ള ഓർമ്മയുള്ള മനുഷ്യരുണ്ടാവണം. ഓർമ്മയുള്ള മനുഷ്യർ മുഴുവൻ തീർന്നു പോയിട്ടില്ല എന്ന് RSS ഓർത്തിരിക്കുന്നത് നന്നാവും. യെസ്, എന്തായാലും ജമ്മു കാശ്മീരിനെ കുറിച്ച് തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ തന്നെയാണ് പ്രസ്താവനയിൽ, ആ പ്രസംഗത്തിൽ നന്ദകുമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയെ തന്നെ വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കേസെടുക്കുന്നെങ്കിൽ എടുക്കട്ടെ എന്നൊക്കെയായിരുന്നു നന്ദകുമാർ പറഞ്ഞത്. ഇനി അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് നോക്കാം.